നല്ല ഒന്നാം തരം ചായ പ്രേമികളാണ് മലയാളികൾ. ദിവസം 1-2 ചായ കുടിക്കാത്തവർ വളരെ കുറവായിരിക്കും. എങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. നമ്മൾ നിത്യേന കുടിക്കുന്ന ചായയിലും മാരക രാസവസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തയാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. ക്യാൻസറിന് വരെ കാരണമാകുന്ന രാസവസ്തുക്കൾ ചായപ്പൊടിയിലുണ്ടെന്നാണ് കണ്ടെത്തൽ. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനിൽ നേർക്കാഴ്ച പകർത്തിയ മുബഷിർ പി അക്ബർ പറയും ബാക്കി കാര്യം. ദിവസവും 3-4 തവണ ഇതുപോലെ കടുപ്പമേറിയ ചായ കുടിക്കുന്നവർ ശ്രദ്ധിച്ചോളും. മലപ്പുറത്ത് ഇന്നലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ മാരക രാസവസ്തുക്കൾ ചേർത്ത ചായപ്പൊടിയാണ് പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാർ സംയുക്തമായി നടത്തിയ പരിശോധനകളാണ് ഈ ഒരു സംഭവങ്ങളുടെ തുടക്കം. തിരൂർ താനൂർ താനാളൂർ വട്ടത്താണി പുത്തനത്താണി ഭാഗങ്ങളിലെ തട്ടുകടകളിൽ നടത്തിയ പരിശോധനകളിൽ ഇവിടെ ചായയ്ക്ക് വേണ്ടി കൃത്രിമമായി നിർമ്മിച്ച ചായപ്പൊടി ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ഈ ഒരു ചായപ്പൊടിക്ക് കൃത്യമായ ലേബലോ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും ആരംഭിച്ച അന്വേഷണമാണ് 1 മാസത്തിനിപ്പുറം വൈലത്തൂരിൽ എത്തിച്ചേർന്നത്. ഇതിന്റെ വിതരണക്കാരനായ അനസിനെ ചായപ്പൊടി വേണമെന്ന ആവശ്യക്കാരായ ഉദ്യോഗസ്ഥർ സമീപിക്കുന്നു. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അനസ് വൈലത്തൂരിൽ വെച്ച് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പിടിയിലാകുന്നത്. അനസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇതിന്റെ മുഖ്യ സൂത്രധാരനെ തേടി വളാഞ്ചേരിയിലേക്ക് പുറപ്പെട്ടത്. വളാഞ്ചേരി വെങ്ങേരിയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഏറെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. MSc കെമിസ്ട്രി ബിരുദാനന്തര ബിരുദധാരിയായ 34-കാരനായ ആഷിഖായിരുന്നു ഇതിന്റെ മുഖ്യ ബുദ്ധി കേന്ദ്രം. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ആഷിഖിന്റെ വീടിനോട് ചേർന്ന ഒരു പഴയ വീടിനെ ഗോഡൌൺ ആക്കി മാറ്റിയായിരുന്നു ഈ വ്യാജ ചായപ്പൊടികൾ നിർമ്മിച്ചിരുന്നത്. ലൈസൻസോ മറ്റു രേഖകളോ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു ആഷിഖ് ഇവിടെ ഒരു ചായപ്പൊടി നിർമ്മിച്ചിരുന്നത്. ജില്ലയിലെ തട്ടുകടകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവയൊക്കെ തന്നെ ആഷിഖ് വിതരണം ചെയ്തിരുന്നത്. ഇതിൽ ഒരിക്കലും തേയിലയിൽ ചേർക്കാൻ അനുവാദം ഇല്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തതായി കാണപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടുന്ന് ചേർക്കുന്ന കൃത്രിമ നിറവും ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചു. കടുപ്പം കൂടിയ ചായ വേണം എന്ന് തട്ടുകടക്കാരോട് ആവശ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം മായം കലർത്താനായിട്ട് അവരും പ്രേരിതരാകുന്നത്. തേയിലപ്പൊടിയിൽ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ലാത്ത സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തായിരുന്നു ആഷിഖ് ഇവിടെ കൃത്രിമ ചായപ്പൊടി നിർമ്മിച്ചിരുന്നത്. ആഷിഖിന്റെ ഗോഡൌണിൽ നിന്നും 100 കിലോയിലധികം വരുന്ന കൃത്രിമ ചായപ്പൊടിയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഡെയിലി അത്രയധികം സിന്തറ്റിക് കളറാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത്. ഇത് പല മാരകമായിട്ടുള്ള അസുഖങ്ങൾക്കും കാരണമാവും. കിഡ്നി ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾക്ക് വലിയ രീതിയിൽ തകരാറിലാവാൻ പാകത്തിലുള്ള മായമായിരുന്നു ഈ ചായപ്പൊടിയിൽ ആഷിഖ് ചേർത്തിരുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും അധികം തട്ടുകടകളുള്ള മലപ്പുറം ജില്ലയിലെ ചെറിയ കച്ചവടക്കാരെ കേന്ദ്രീകരിച്ച് ആഷിഖ് നടത്തിയ ഈ ഒരു കച്ചവടങ്ങളായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 1 മാസത്തെ പരിശ്രമത്തിനൊടുവിൽ പിടിയിലായത്. എന്തായാലും മായം ചേർത്ത ചായപ്പൊടി വീരന്മാർ മലപ്പുറത്ത് പിടിയിലായ സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം.